നമസ്കാരം സർ. നമസ്തേ. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി മാറുകയാണ്. ശോഭാ സുരേന്ദ്രനെതിരെ കെ.സി. വേണുഗോപാൽ നൽകിയ മാനനഷ്ട കേസ് വലിയൊരു ചർച്ചയാവുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ഭാവിയിൽ ബി.ജെ.പിക്ക് മുഖ്യൊരു നേട്ടത്തിന് ഇത് കാരണമാകുമോ? ശരിയാണ്. ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കെ.സി. വേണുഗോപാലിന്റെ പരാതിയിന്മേൽ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് കെ.സി. വേണുഗോപാലിനെതിരെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത് വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള കെ.സി. വേണുഗോപാലിന്റെ പരാതിയിന്മേലാണ് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് സത്യത്തിൽ ശോഭാ സുരേന്ദ്രനും കെ.സി. വേണുഗോപാലും തമ്മിലുള്ള ഒരു നിയമയുദ്ധം ആലപ്പുഴയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മധ്യ തിരുവിതാംകൂർ, അതായത് ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങള്, പ്രത്യേകിച്ച് അതുപോലെ പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം അല്ലെ ഒരു പുതിയ രാഷ്ട്രീയ യുദ്ധം ഇപ്പോൾ തുടങ്ങുകയാണ്. ഞാൻ കോടതിയിലിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. കാരണം അത് കോടതിയുടെ പരിഗണനയിലാണ്. അത് അവിടെ വാദിച്ച് കോടതി തീരുമാനമെടുക്കട്ടെ. പക്ഷേ ആലപ്പുഴ ജില്ലയിലും ഈ പ്രത്യേകിച്ചും അതുപോലെ മധ്യ തിരുവിതാംകൂർ പൊതുവെയും മാറുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും മാറുന്ന രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷവും ഇപ്പോൾ അതിന് രണ്ട് ഭാഗത്ത് രണ്ട് നേതാക്കന്മാർ നിൽക്കുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുന്നത്. ഒന്ന്, ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ശോഭാ സുരേന്ദ്രൻ ഈ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു. അതിനെ നേരിടാനായിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും ഇന്ന് കേരളത്തിലെ സമുന്നതനായ നേതാവാണ് കെ.സി. വേണുഗോപാൽ. സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ ആലപ്പുഴയുടെ MP, അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു നേതാവ്. എന്താണ് ഈ മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥ സൂചിപ്പിക്കുന്നത്? ഇതിൽ ബി.ജെ.പിക്ക് ഇവിടെ ഒരു ശക്തിയായി ഉയർന്നു വരാൻ പറ്റുമോ? ബി.ജെ.പി ജയിക്കുമെന്ന് ആദ്യം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. പക്ഷെ ആദ്യമായി ബി.ജെ.പി ലോക്സഭയിലേക്ക് ജയിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരാണ്. അപ്പോൾ ഇനിയും ബി.ജെ.പിയുടെ ഒരു മുന്നേറ്റം മധ്യ തിരുവിതാംകൂറിലായിരിക്കും. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുണ്ടാക്കും. അപ്പൊ നമുക്ക് ഇപ്പോഴുള്ള ഈ ആലപ്പുഴ ജില്ലയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പെട്ടെന്ന് ശോഭാ സുരേന്ദ്രനെതിരെ ഒരു ഭീഷണിയായിട്ട് കണ്ടു തുടങ്ങിയത്? അത് നോക്കാം നമുക്ക്. എന്താണ് കെ.സി. വേണുഗോപാലിനെ പോലെ ഒരു വലിയ കോൺഗ്രസിന്റെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് തന്നെ ഈ ഒരു പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത്? ഇതിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും 4 ലക്ഷത്തിലധികം വോട്ട് നേടി കെ.സി. വേണുഗോപാൽ. A.M. ആരിഫ്, അദ്ദേഹത്തിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3,40,000-ലധികം വോട്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തോളം വോട്ട്. അതായത് അവരുടെ ഒരു പ്രത്യേകത, അവര് തൊട്ട് മുൻ വർഷത്തെ ഇലക്ഷനിൽ, അതായത് 2019 ഇലക്ഷനിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ നേടിയതിനേക്കാൾ വളരെ മുന്നോട്ട് പോയി. അന്ന് ഡോക്ടർ കെ.എസ്. നേടിയത് 1.87 ലക്ഷം വോട്ടുകളാണ്. അപ്പം വോട്ടിൽ ഒരു 11% വർധനവ് ശ്രീമതി ശോഭയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇത് പ്രത്യേകിച്ച് ഇതെടുത്ത് നോക്കുമ്പോൾ ഈ ആലപ്പുഴ ജില്ലയുടെ അമ്പലപ്പുഴ തൊട്ട് തെക്കോട്ടുള്ള ഭാഗങ്ങളിലാണ് ഈ രാഷ്ട്രീയ മാറ്റം ഉണ്ടായത്. അതായത് അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, അത് കൊല്ലം ജില്ലയിലെ മണ്ഡലമാണ്, അതും ആലപ്പുഴ ലോക്സഭാ സീറ്റിലാണ്. അപ്പൊ ഈ 4-5 മണ്ഡലങ്ങളിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റം വളരെ വലുതായി. അതായത് ഹരിപ്പാട്ടും കായംകുളത്തും ഒക്കെ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തി. കരുനാഗപ്പള്ളി അവർ വളരെ നേരിയ ഒരു വ്യത്യാസത്തിലാണ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. അപ്പോൾ മാത്രമല്ല, അവരിവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് കായംകുളത്ത്, പ്രത്യേകിച്ച് കായംകുളത്ത് ഒരു പഞ്ചായത്തുണ്ട് പത്തിയൂർ എന്ന് പറഞ്ഞ്, CPM-ന്റെ ഒരു കോട്ടയാണ് പത്തിയൂർ. ഒരുപക്ഷെ മലബാറിലെ ചില CPM ഗ്രാമം പോലായിരുന്നു ഒരു കാലഘട്ടത്തിൽ പത്തിയൂർ. അവിടെ കോൺഗ്രസ്സുകാരൊക്കെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. RSS CPM സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിരവധി CPM-ന്റെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരൊക്കെ ബി.ജെ.പിയിലോട്ട് ചേരുന്ന ഒരു അവസ്ഥയുണ്ട്.
ഇത് ഒരു വ്യക്തമായ സൂചനയായിട്ട് CPM-ഉം കോൺഗ്രസും കണ്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് വരാനിരിക്കുന്ന ഒരു അപകടത്തെ മുൻകൂട്ടി കാണുകയും അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാലിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് നേതാക്കന്മാർക്കും വലിയ സ്വാധീനം ഈ ജില്ലയിലുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന AM ആരിഫ് ചിത്രത്തിലെ ഇല്ലാതായി. AM ആരിഫിനെ കുറിച്ച് ഒരു വാർത്ത പോലും ആരും കാണുന്നില്ല. പിന്നെ CPM-ന് ആ സ്ഥാനത്ത് പലപ്പോഴും ശോഭാ സുരേന്ദ്രനാണ് KC കഴിഞ്ഞാൽ ഒരു മുഖ്യ നേതാവായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വരാനിരിക്കുന്ന ഒരു ഭീഷണിയാണെന്നും BJP വലിയ തോതിൽ ആലപ്പുഴ ജില്ലയിൽ മുന്നേറാൻ സാധ്യതയുണ്ടെന്നും എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു വിലയിരുത്തലില്ലാതെ KC-യെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ശോഭാ സുരേന്ദ്രനും KC-യും തമ്മിലുള്ള ഒരു കോൺഫ്രണ്ടേഷനിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആലപ്പുഴ ജില്ലയിൽ ഈ തെക്കൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് അതൊരു സാമൂഹിക മാറ്റം കൂടിയാണ്. ആ സാമൂഹിക മാറ്റത്തിൽ ഒരു ഹിന്ദു നേതാവ് എന്നുള്ള രീതിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ അംഗീകാരം നേടാൻ പറ്റും. മുഖ്യമായിട്ടും ഹിന്ദു സമുദായത്തിൽ രണ്ട് സമുദായങ്ങളാണ് ഈ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലുള്ള. അത് ഒന്ന് ഈഴവ സമുദായം, രണ്ടാമത്തെ നായർ സമുദായം. ഈ സമുദായങ്ങളുടെ വോട്ടിലൊന്നും എണ്ണത്തിലൊന്നും വലിയ വ്യത്യാസം ഈ മണ്ഡലങ്ങളിലില്ല. ഏതാണ്ട് തുല്യ നിലയിൽ തന്നെയാണ് പല മണ്ഡലങ്ങളിലും. അപ്പോൾ ഈ രണ്ട് സമുദായങ്ങളുടെയും പലപ്പോഴും ഒന്നായിട്ടൊന്ന് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഇവിടെ ഇല്ലായിരുന്നു. ഈഴവ വോട്ടുകൾ പലപ്പോഴും CPM-ന്റെ കുത്തകയായിരുന്നു. പക്ഷെ ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം ആ വോട്ടുകൾ അവർക്ക് ഒരു പരിധിവരെ കടന്നു കയറാനും അതോടൊപ്പം തന്നെ നായർ വോട്ടുകൾ പിടിച്ചെടുക്കാനും ഇത് രണ്ടും അവർക്ക് പറ്റി. അതായത് അവരൊരു പാൻ ഹിന്ദു നേതാവായി ഉയർന്നു വന്നു. ഇതാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പെട്ടെന്ന് ചിന്തിപ്പിച്ചത്. അതായത് മധ്യ തിരുവിതാംകൂറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 1950-കൾ മുതലുള്ള ഇലക്ഷനുകൾ നമ്മൾ നോക്കുമ്പോൾ 57-ലൊക്കെ കേരളം ഉണ്ടായതിനു ശേഷം നടന്ന ഇലക്ഷന് പിന്നീട് വിമോചന സമരം വന്നപ്പോൾ ആ സർക്കാർ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വിമോചന സമരത്തിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചത് NSS നേതാവായിരുന്ന മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വിമോചന സമരം നടന്നത്. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു പ്രദേശമാണ് മധ്യ തിരുവിതാംകൂർ. ഇവിടെ നിന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്ന AK ആന്റണി, അതുപോലെ തന്നെ പിന്നെ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പം പണ്ട് കൊല്ലത്തു നിന്നായിരുന്നു TM വർഗീസ്, അല്ലെങ്കിൽ കുമ്പളത്ത് ശങ്കുപിള്ള, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു നേതൃനിര മധ്യ തിരുവിതാംകൂറിന് കോൺഗ്രസിനുണ്ടായി. അതുപോലെ നമ്മൾ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാർ KM മാണി, അല്ലെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയ പേര് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഇവരൊക്കെ തന്നെ ഈ മധ്യ തിരുവിതാംകൂറുകാരാണ്. അപ്പൊ ഇവിടുത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെ വിലപ്പെട്ട ഒരു രാഷ്ട്രീയം. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല എടുത്തു നോക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു പേരാണ് ശ്രീ വയലാർ രവി. ഇങ്ങനെ വളരെയധികം നേതാക്കന്മാര് ഈ പ്രദേശത്തു നിന്ന് വന്നിട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരായിട്ട് മാറിയ ഒരു പ്രദേശമാണ്. കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഈ ശക്തി കേന്ദ്രത്തിൽ ഇവിടെ പുതിയൊരു രാഷ്ട്രീയം രൂപം കൊള്ളുന്നത് ഒരിക്കലും കോൺഗ്രസിന് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, കാരണം അത് കോൺഗ്രസിന്റെ കേരളത്തിലെ ഭാവിയെ തന്നെ ബാധിക്കും. ഇവിടെ നമ്മൾ ഈ രണ്ട് നേതാക്കന്മാരെയും കൂടെ ഒന്ന് വിലയിരുത്തിയിട്ട് ഞാൻ എന്റെ അഭിപ്രായം മറുപടി ചുരുക്കാം. അതായത് കോൺഗ്രസിലെ നോക്കുമ്പോൾ ഇന്ന് ഞാൻ ഒരു 10-25 വർഷമായിട്ട് ശ്രീ KC വേണുഗോപാലിനെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോളം എന്താണ് ഒരു രാഷ്ട്രീയ നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ടെനേഷ്യസ്, അതായത് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിന്റെ അവസാനം കണ്ടിട്ട് അദ്ദേഹം മാറുള്ളൂ. അങ്ങനെ കർമ്മകുശലതയുള്ളൊരു നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചത്. മറ്റു പലരും വിചാരിക്കുന്നുണ്ടായി ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോടുള്ള അടുപ്പോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിച്ചോ. എന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കർമ്മകുശലത, അദ്ദേഹത്തിന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവ്, വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവുള്ള നേതാവ്. തിരിച്ച് BJP-യിലേക്ക് വരുമ്പോൾ ഇന്ന് BJP-യിലെ ഏറ്റവും ജനപ്രിയ നേതാക്കന്മാരിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അവരുടെ വാക്കുകൾക്ക് ഒരു ആത്മാർത്ഥത കേൾക്കുന്ന ആളിന് തോന്നുന്നു. തീർച്ചയായിട്ടും ആത്മാർത്ഥത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മാത്രമല്ല, ഉണ്ടായാൽ പോരാ, അത് പ്രതിഫലിപ്പിക്കാൻ, അത് ധ്വനിപ്പിക്കാൻ പറ്റുന്ന വാക്കുകളുള്ള ഒരു നേതാവാണ്. അപ്പം ഞാൻ ഒരു പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനെ ഞാൻ കോട്ട് ചെയ്യുകയാണ്. അതായത് ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ കിങ്സ് കോളേജിൽ അവിടുത്തെ പൊളിറ്റിക്സ് ഹെഡായിട്ടിരിക്കുന്ന
ഡോക്ടർ ആനന്ദ് മേനോൻ എന്ന് പറയുന്ന ഒരു മലയാളി, അദ്ദേഹം ആണ് പിന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ പാശ്ചാത്യ ഇലക്ഷനുകളിലെ വിശകലനം ചെയ്യുന്ന ഏറ്റവും വിദഗ്ധനായ വ്യക്തി. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു നേതാവ് പറയുന്നത് പോലൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ജനങ്ങൾക്കറിയാം, അത് ജനാധിപത്യത്തിൽ അത് സാധ്യമല്ലെന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. പക്ഷേ അദ്ദേഹം പറയുന്ന വാക്കുകളിൽ അദ്ദേഹത്തിന് തന്നെ വിശ്വാസമുണ്ട്, എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, ഇതാണ് ജനങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർക്ക് ഈ ഒരു ആത്മാർത്ഥത ധ്വനിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോ ഈ രണ്ട് കാര്യങ്ങളിൽ, അതായത് ഒരു ഹിന്ദു ഏകീകരണം, അതുപോലെ അവരുടെ വാക്കുകളിലെ ആത്മാർത്ഥത അവർക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രാസംഗിക അല്ലെങ്കിൽ ഒരു നേതാവ്, അതാണ് അവരെ മുന്നിലേക്ക് കൊണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ KCയെ പോലെ ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് തന്നെ, രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഇവിടെ നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു എതിരാളി എന്ന് രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്ന ശത്രു എന്നല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ എതിരാളി. അങ്ങനെ ഒരു പോരാട്ടത്തിൽ ഈ വളരെ വളരെ എന്താണ്, രാഷ്ട്രീയ നിരീക്ഷകർക്കും പത്രപ്രവർത്തകർക്കും എല്ലാം തന്നെ വളരെ കൗതുകകരമായ ദിനങ്ങളായിരിക്കും. BJP എത്രമാത്രം ശോഭയുടെ പിന്നിൽ അണിനിരക്കുന്നു, എത്രമാത്രമാണ് അവർക്ക് ഈ പിന്നെ പ്രദേശത്ത് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്, അവർ എത്രത്തോളം കാലം ഇവിടെ ഉറച്ചു നിൽക്കും, എത്രത്തോളം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കും, സ്വതസിദ്ധമായ രീതിയിൽ മുന്നോട്ട് പോകുമോ, ഇതൊക്കെ ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ മാറ്റം. അല്ലെങ്കിൽ KC വേണുഗോപാലിനെ പോലുള്ള ഒരു പരിണത പ്രജ്ഞന്റെ മുന്നിൽ BJPക്ക് വിജയിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോരാട്ടം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.